ഗുരുവായൂർ കിഴക്കേ നടയിൽ തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ഒരാൽമരം കണ്ടിട്ടില്ലേ? ഗരുഡനും പൂന്താനവും കാവൽ നിൽക്കുന്ന ആ ആലാണ് മഞ്ജുളാൽ. ആ ആലിന് മഞ്ജുളാൽ എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? വലിയ കൃഷ്ണഭക്തയായിരുന്ന ഒരു വാരസ്യാർ പെൺകുട്ടിയായിരുന്നു മഞ്ജുള. ഗുരുവായൂരിനടുത്തായിരുന്നു അവളുടെ വീട്. മഞ്ജുള എന്നും സന്ധ്യയ്ക്ക് ഗുരുവായൂരപ്പന് ഒരു മാല കെട്ടിക്കൊണ്ടു കൊടുക്കുമായിരുന്നു. ഭഗവത് നാമം പാടി പൂക്കൾ കൊണ്ട് മനോഹരമായ മാല കെട്ടി എന്നും വൈകിട്ട് മഞ്ജുള ഗുരുവായൂരമ്പല നടയിൽ എത്തുമായിരുന്നു. ദിവസവും ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് മഞ്ജുളയെ കുറച്ച് കാലിച്ചെറുക്കന്മാർ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ നേതാവെന്ന് തോന്നുന്ന ഒരു കാലിച്ചെറുക്കൻ നിത്യവും അവൾ പോകുന്ന വഴിയിൽ വന്നു നിന്ന് അവളെ കളിയാക്കാൻ തുടങ്ങി. പക്ഷെ അതൊന്നും ഗൗനിക്കാതെ മഞ്ജുള ഗുരുവായൂരപ്പനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോവുകയാണ് പതിവ്. ഒരു ദിവസം ആ കാലിച്ചെറുക്കൻ മനോഹരമായി ഒരു പുല്ലാങ്കുഴലും ഊതി മഞ്ജുളയുടെ പുറകെ പൂമാല ചോദിച്ച് ശല്യമായി പുറകെ കൂടി. നട അടയ്ക്കുന്നതിന് മുൻപ് ക്ഷേത്രത്തിലെത്താൻ അവൾ വേഗത്തിൽ നടന്നു. പുല്ലാങ്കുഴൽ പാട്ടുമായി കാലിച്ചെറുക്കനും പുറകെ എത്തി. ക്ഷേത്ര നടക്കിലെത്തിയ അവളെ പക്ഷേ ക്ഷേത്ര കാവൽക്കാർ അകത്തേക്ക് കയറ്റിവിട്ടില്ല. ആൽച്ചുവട്ടിൽ കാലിച്ചെറുക്കന്റെ കൂടെ നിൽക്കുന്നത് കണ്ടു എന്ന അപവാദവും അവർ അവളുടെ മേൽ ചുമത്തി. താൻ കൊരുത്ത പുഷ്പഹാരവും കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്പലത്തിന് പുറത്തുനിന്ന് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അമ്പലത്തിൽ നിന്നും തൊഴുതു പുറത്തു വന്ന പൂന്താനം അമ്പലത്തിന് പുറത്തുനിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മഞ്ജുളയെ കാണുകയും കാര്യമന്വേഷിക്കുകയും ചെയ്തു. മഞ്ജുള ഏറെ സങ്കടത്തോടെ പൂന്താനത്തിനോട് കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. അപ്പോൾ പൂന്താനം അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്പം അകലെയുള്ള ഒരു ആൽമരം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ആ ആലിന്റെ ചുവട്ടിൽ കാണുന്ന കല്ലിൽ ഭഗവാൻ ഉണ്ട് എന്ന് സങ്കല്പിച്ച് ആ മാല ആ കല്ലിൽ ചാർത്തിക്കോളൂ. കല്ലിലും മണ്ണിലും മരത്തിലും എല്ലാമുള്ള ഭഗവാൻ ആ മാലയും സ്വീകരിച്ചു കൊള്ളും. പൂന്താനത്തിന്റെ വാക്കുകൾ കേട്ട് മഞ്ജുള കരച്ചിലടക്കി ഭക്തിപൂർവം ആ മാല അവിടെയുള്ള കല്ലിൽ ചാർത്തി. അപ്പോൾ സമയം സന്ധ്യയായിരുന്നു. അക്കാലത്ത് ആ ആലിൻ ചുവട്ടിൽ നിന്ന് നോക്കിയാൽ ശ്രീകോവിലിൽ ദീപം തെളിയിക്കുന്നത് കാണാമായിരുന്നു. അവൾ അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥനയോടെ ദീപാരാധന കണ്ടു തൊഴുകുകയും രാത്രിയാവുന്നതിന് മുൻപ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിറ്റേ ദിവസം നിർമാല്യത്തിനായി നട തുറന്ന മേൽശാന്തി ഭഗവാന്റെ അലങ്കാരങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റാൻ തുടങ്ങി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം ഭഗവാന്റെ കഴുത്തിൽ നിന്നും മാറ്റാൻ സാധിച്ചില്ല. എന്നാൽ അത് താൻ തലേ ദിവസം ഭഗവാന് ചാർത്തിയ മാലയല്ലല്ലോ എന്ന് മേൽശാന്തി അത്ഭുതത്തോടെ നോക്കി നിന്നു. നിർമാല്യം കാണാൻ ക്ഷേത്രത്തിലെത്തിയവരെല്ലാം ഈ വിവരം അറിഞ്ഞ് പരിഭ്രാന്തരായി. അപ്പോൾ ദർശനത്തിനെത്തിയ പൂന്താനം ഇതെല്ലാം കേട്ടപ്പോൾ അവിടെ കൂടി നിന്നവരോടെല്ലാം തലേ ദിവസം നടന്ന കഥ പറഞ്ഞു. ഈ മാല മഞ്ജുള വാരസ്യാർ ഭഗവാനെ സങ്കല്പിച്ച് ആൽച്ചുവട്ടിൽ ചാർത്തിയ മാലയാണെന്നും മഞ്ജുള വാരസ്യാരുടെ പുറകെ കാലിച്ചെറുക്കന്റെ രൂപത്തിൽ ക്ഷേത്രത്തിലെത്തിയത് മറ്റാരുമല്ല, അത് സാക്ഷാൽ ഗുരുവായൂരപ്പനായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഞ്ജുള വാരസ്യാർ വന്നാലേ നിർമാല്യം മാറ്റാൻ പറ്റൂ എന്നും അതിനാൽ ചെയ്ത തെറ്റിനെല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാനും പൂന്താനം പറഞ്ഞു. അങ്ങനെ ക്ഷേത്രം കാവൽക്കാർ മഞ്ജുളയെ അപമാനിച്ചതിന് അവളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ടുവന്നു. മഞ്ജുള നടക്കിൽ വന്നു നിന്ന് ഭഗവാനെ എന്റെ മാല തിരികെ തരൂ എന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹത്തിന്റെ കഴുത്തിൽ നിന്നും ആ മാല ഊരിപ്പോന്നു. ഭക്തയായ മഞ്ജുള ചാർത്തിയ മാല കണ്ണൻ സ്വീകരിച്ച അന്ന് മുതൽ ആ ആലിന് മഞ്ജുളാൽ എന്ന പേരും കിട്ടി എന്നാണ് ഐതിഹ്യം.